عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى كل الصحابة الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സൂറ യാസീൻ സൂറത്തിലെ അർത്ഥമാണ്, അതുപോലെ അതിൻ്റെ വിശദീകരണമാണ് പഠിക്കുവാൻ ഉദ്ദേശിക്കട്ടെ. ചരിത്രങ്ങളും വിഷയങ്ങളും അടങ്ങിയെങ്കിലത്തെ ആഖിറത്തെ വിഷയങ്ങളും അതുപോലെ ചില ഉദാഹരണങ്ങളും മനസ്സുക തട്ടെങ്കിലത്തെ ധാരാളം വിഷയങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ ചൊല്ലിയത്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ കണ്ട വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് കേട്ടിട്ട് ഈമാൻ ബടക്കാക്കടല്ല. ലോകത്തുള്ള ഏത് പുതിയ ആശയങ്ങളാവട്ടെ എല്ലാവരെയും മർമ്മ കിതാബായിട്ട് കണ്ടുകൊണ്ടില്ലേ ഖുർആനെ ആയിരിക്കും. ലോകത്തെ അങ്ങനത്തെ വിഭാഗങ്ങളിലുണ്ട്. എല്ലാവർക്കും ഉള്ളത് പരിശുദ്ധ ഖുർആനായിരിക്കും. ഇതേ ഖുർആനെയാണ് കിതാബ് ചെന്ന് നടക്കുകയും എന്നിട്ട് അങ്ങനെ ബുദ്ധി കൊത്തിട്ടു, അങ്ങനെ തത്വത്ത് കൊത്തിട്ടു, അങ്ങനെ നേതാക്കളെ പളക്കത്ത് കൊത്തിട്ട് ഖുർആനെ വ്യാഖ്യാനിച്ചിട്ട് ദുർവ്യാഖ്യാനാക്കിയിട്ട് ആൾമാരുടെ ഈമാൻ്റെ കബളിസിയുണ്ടെങ്കിലത്തെ ഒരു ചുറ്റുഭാഗത്തിലാണ് ഞങ്ങളുള്ളത്. ഷിയാസുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ എന്തെല്ലാം പൊളിച്ച ആശയങ്ങളുണ്ട്, എന്തെല്ലാം നിലക്കുള്ള വാദങ്ങളും കൊണ്ട് അനക്കും തെളിവായിട്ടുള്ള പരിശുദ്ധ ഖുർആനായിരിക്കും. ഫോട്ടോ ഖാദിയാനി ചൊല്ലൊരു ഗ്രൂപ്പുണ്ട്. ഇന്ത്യത്തിലും പല ജാഗെല്ലാം കാണുകയുള്ളൂ ഖാദിയാനി ചൊല്ല ഗ്രൂപ്പ്. ഖാദിയാനി ചൊല്ല ഗ്രൂപ്പ് കാഫിർ ചൊല്ല വിഷയത്തിൽ തർക്കമില്ല. അങ്ങനത്തെ ആശയങ്ങളുള്ള ആൾമാരാണ് ഖാദിയാനി ചൊല്ല ഗ്രൂപ്പ്. അങ്ങും തെളിവായിട്ട് ചൊല്ലത് പരിശുദ്ധമായ ഖുർആനാണ്. ഇപ്പോൾ ലോകത്തുള്ള എന്തെല്ലാം ആശയങ്ങൾ, പുളിച്ച ആശയങ്ങൾ, ബെടക്കാശയങ്ങളായിട്ട് ബന്ധങ്ങളുള്ളാറാ അങ്ങെല്ലാവരും അവലംബിക്കടെ അങ്ങനെ ആ പുളിച്ച ആശയത്തെ സ്ഥാപിതാക്കാൻ വേണ്ടിയിട്ട് യൂസാക്കൃത പരിശുദ്ധമായ ഖുർആനായിരിക്കും. പക്ഷേ ആ ഖുർആൻ്റെ ദുർവ്യാഖ്യാനങ്ങളാക്കിയിട്ടാണ് അങ്ങനെ ആശയങ്ങളെ സമർത്ഥിക്കരുത്. അപ്പോൾ ഖുർആൻ അത് സമാത്ത വ്യാഖ്യാനം കിട്ടുന്നുണ്ടായെങ്കിൽ ഖുർആൻ വ്യാഖ്യാനിക്കുക അതിൻ്റെതായ റൂട്ടുണ്ട്. കാലി ഖുർആൻ്റെ പദങ്ങൾ നോക്കിയിട്ട് ചില അറബി പഠിച്ചതിനകത്ത് ഖുർആൻ വ്യാഖ്യാനിക്കുക ഭർത്താവില്ല. ഷർത്തും പറഞ്ഞുണ്ട് ഖുർആൻ വ്യാഖ്യാനത്തിൽ. ഖുർആൻ്റെ അർത്ഥം ഖുർആൻ കൊണ്ടേ തെളിയടെ, അങ്ങനത്തെ ഉണ്ട്. ഖുർആൻ്റെ അർത്ഥം ഹദീസ് കൊണ്ട് തെളിയടെ, അങ്ങനെ ഉണ്ട്. ഖുർആൻ്റെ അർത്ഥം രണ്ടിലും ഖുർആനിലും കിട്ടില്ല ഹദീസിലും കിട്ടില്ലെങ്കിൽ പിന്നെ ഖുർആൻ നേരിട്ട് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പഠിച്ചെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് രചിറാറ് അങ്ങല്ലേ അതിൻ്റെ സാഹചര്യങ്ങളും പലതും മനസ്സിലാക്കിയത് അങ്ങനെ കൊളക്കെ നോക്കടെ. അതിലും കേട്ടില്ലെങ്കിൽ അതിൽ പിന്നങ്ങളെ പിന്നത്തെ കാലക്കാരായിരിക്കുമെന്ന് എനിക്കത് താപഴയുള്ളാറ് ആ മഹാന്മാരെന്ത് രചിനാറ് ചെന്നിട്ടു അങ്ങനത്തെ ഒരു പാരമ്പര്യ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഓരോരോ കാലത്ത് കൊത്തിട്ടു ഖുർആൻ ആശയങ്ങൾ ചേഞ്ച് ആയതുകൊണ്ട് വരും. ഇല്ലെങ്കിൽ അമ്മ തഫ്സീറുൽ ഖുർആനി ബി മുജറദി റഅയി, പരിശുദ്ധമായ ഖുർആൻ്റെ സ്വന്തം ബുദ്ധി ഒത്തിട്ടു കാലി ഒരു പദത്തെ അറബി ഭാഷ പഠിച്ചിട്ട് ആ അറബി ഭാഷയിലുള്ള ഡിക്ഷണറി അർത്ഥം അനുസരിച്ചിട്ട് ഖുർആൻ്റെ അർത്ഥം വെച്ചുകൊണ്ടു എന്നിട്ട് ഓൻ്റെ വെറും ബുദ്ധി മാത്രം ഉപയോഗിച്ചിട്ട് വേറെന്തും ഇതുപോലത്തെ ഖുർആനുകളോ ഹദീസുകളോ ഇജ്മാഅോ സഹാബത്തോ ഒരാൾ വിഷയം കേൾക്കാണ്ട് ഓൻ്റെ ബുദ്ധി കൊത്തിട്ട് ഖുർആൻ്റെ ഒത്ത വ്യാഖ്യാനിച്ചാണ്ടായെങ്കിൽ ഹറാം, അത് ഹറാമായിട്ട് കിട്ടും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി, ഖുർആനിലൊത്ത അവൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം അവിടുത്തെ ചൊന്നാണ്ടായെങ്കിൽ അല്ലെങ്കിൽ ലാ യഅലമു, അത് എന്തിനുണ്ടോന്ന് സമ ഗുന്തില്ല എന്നിട്ടും ഓൻ്റെ ഗുന്തില്ലാത്ത നിലയ്ക്ക് ഈ അർത്ഥം വെച്ചുകൊണ്ട് ഓൺ പോയാ കറക്റ്റ് ഗുന്തില്ലാണ്ട് ഒട്രാശി അർത്ഥം വെച്ചുകൊണ്ട് പോയാൽ ഓൻ്റെ ബുദ്ധി കൊത്തിട്ടു, ഓൻ്റെ സംഘടന കൊത്തിട്ടു, ഓൻ്റെ നേതാവ് കൊത്തിട്ടു അത് അർത്ഥം വെച്ചോ പോയാണ്ടായെങ്കിൽ ഓൻ്റെ ദൈക്കടെ ജാഗ അത് നരകത്തിലോൺ ഒരുക്കി വെക്കട്ടെ.
ആഖിറത്ത് പോയെങ്കിൽ ഡയറക്റ്റ് പോയിട്ടുണ്ട് എത്ര നരകത്ത് കാണാൻ ഹബീബുന റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇണ്ട് പല നിരക്കുള്ള പേപ്പർ അല്ലേ, ഡെയിലി പേപ്പറിലും ഇപ്പോൾ ഖുർആൻ ഉണ്ട്. ആ ആപ്പ് കൊണ്ട് ഖുർആൻ്റെ എങ്ങനത്തെ ആപ്പുകൾ വേണോ എല്ലാം ഉണ്ട്. ലോകത്ത് എത്രയോ ഭാഷയിൽ ഖുർആനുണ്ടോ എല്ലവും ഞങ്ങൾ എല്ലാണ്ടല്ല ചൊമ്പത്ത് ഞങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടായെങ്കിൽ എല്ലാവരും ഖുർആൻ്റെ പിടിച്ചിട്ട് ആൾമാരെ വശീകരിച്ചിട്ട് അങ്ങനെ ഭാഗത്ത് വിളിച്ചിട്ട് അള്ളാഹുടെ പരക്കാശം തൊട്ടു ആൾമാരെ നമ്പു പാടിയിട്ട് അങ്ങ് തൊട്ടു അങ്ങനെ ബുദ്ധി കൊത്തിട്ടു അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുമ്പോൾ പലരും വഞ്ചിതരായി പോണ്ടാറ്. ഖുർആനിലല്ലേ ചെന്നര്, അള്ളാഹുവല്ലേ ചെന്നര്, ആ ആപ്പിലെല്ലാം ഇട്ട് ആ ആപ്പിൽ അത്രയും വലിയ പബ്ലിക്കായിട്ട് ആപ്പിൽ നല്ല കന്നഡ ഭാഷയിലൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഉറുദു ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കിട്ടുമ്പോൾ അതിങ്ങനെ തപ്പോടു ചെന്നിട്ടു ഒന്നില്ലാത്ത ആൾമാർ അതുക്ക് ബലിപശുവായിട്ട് പോണ്ടാറ്. ലാസ്റ്റിക്ക് നരകത്ത് കാണു പോയിട്ട് ഇത്ര ചെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ചെന്ന് ഖുർആൻ അർത്ഥം പഠിക്കലല്ലോ. ഓക്കെ, ഖുർആൻ മനസ്സിലാക്കണോ, ഖുർആൻ വ്യാഖ്യാനം മനസ്സിലാക്കണോ, ആ അള്ളാഹുടെ പാക്ക് മനസ്സിലാക്കണമല്ലേ, എല്ലാം ഓക്കെ. പക്ഷേ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണമായ തെരു അത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി, നേരായ തെരു, ആ ചൊവ്വായ തെരു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പാരമ്പര്യമായിട്ട് ബന്ധങ്കത്തെ അങ്ങനെ ഉസ്താദന്മാർ എന്നിട്ട് ബന്ധങ്കത്തെ ആ പാരമ്പര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താബിഈങ്ങളെ മുഖാന്തരം താബിഈങ്ങളെ മുഖാന്തരം സ്വഹാബത്ത് പോയിട്ട് എത്തിയിട്ട് അങ്ങനെ റസൂലുള്ളാഹി എത്രങ്കത്തെ ആ പാരമ്പര്യമായ ഇമാമിയങ്ങളെ ആ സനദ് മുത്തസിലായിട്ട് കിട്ടുന്നെങ്കത്തെ തഫ്സീർ അത് മാത്രമേ നോക്കിയിട്ട് ആ ശൈലി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഖുർആൻ്റെ അർത്ഥം ഇതിലും ഒന്നാവും. അല്ലെങ്കിൽ ഓർത്തോർത്തവൻ്റെ ബുദ്ധി കൊത്തിട്ട് കാദിയാനിക്കും ഖുർആൻ, ഷിയത്തോങ്കും ഖുർആൻ, ഇനൊർത്തകും ഖുർആൻ, എല്ലാവർക്കും ഖുർആൻ. അങ്ങനെ ലാസ്റ്റിക്ക് പിന്നെ ഖുർആൻ എന്തു ഇക്കല പിന്നെ ലാസ്റ്റിക്ക്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ ഈമാൻ ഭദ്രമാക്കണുണ്ടായെങ്കിൽ ഖുർആൻ വ്യാഖ്യാനം നിങ്ങൾ മനസ്സിലാക്കുകൊള്ളേ സോഴ്സ് അതിൽ തരും. അത് നല്ല നിലക്കുള്ള പാരമ്പര്യമായിട്ട് പരമ്പര മുറിയാണ്ട് റസൂലുള്ളാഹി തങ്ങൾ ചെന്നതും ആ ചെന്നതിൽ കേട്ടെങ്കത്തെ സ്വഹാബത്ത് അങ്ങ് അർത്ഥാക്കിയിട്ട് അങ്ങ് പിന്നത്തെ താബിഈങ്ങൾ ചെന്ന് കൊടുത്തതും ആ താബിഈങ്ങൾ അങ്ങനെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നത്തെ താബിഈങ്ങൾ ചെന്ന് കൊടുത്തതും അങ്ങ് പിന്നത്തേക്ക് ചെന്ന് കൊടുത്തിട്ടു. ഇങ്ങനെ നിങ്ങൾക്ക് പരമ്പരായിട്ട് ബന്ധങ്കത്തെ ഖുർആൻ തഫ്സീർ അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ ഈ സുന്നികളുടെ കയ്യിൽ മാത്രമേ ഉണ്ടെന്ന് ചൊല്ലാം. അല്ലാത്തതല്ലോ അങ്ങനെ ആശയത്ത് കൊത്തിട്ടു അങ്ങനെ നേതാവ് അഭിപ്രായത്ത് കൊത്തിട്ടു ഖുർആനെ ദുർവ്യാഖ്യാനാക്കിയിട്ടായിട്ട് മനുഷ്യന്മാർ ഈമാൻ്റെ കബളിസിയോട്ടുള്ളത് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ്റെ സുപ്രസിദ്ധ സൂറത്തായ സൂറത്ത് യാസീൻ, ഈ യാസീൻ മഹത്വങ്ങൾ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. വലിയ മഹത്വങ്ങൾ അർഹിക്കണമെങ്കിൽ ഒരു സൂറയായിട്ട് സൂറ യാസീൻ. ധാരാളം ഫലങ്ങൾ ഇമാമിങ്ങളെ കിതാബുകൾ എഴുതി വെച്ചിരാറും. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസിൽ ചൊല്ലു, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കും ഹൃദയ ചെന്നതിക്കട്, ഹാർട്ട്, എല്ലാ വസ്തുവും ഹൃദയ ചൊല്ലൊന്നിക്കട് എന്നെങ്കിൽ ഖൽബുൽ ഖുർആൻ, ഖുർആൻ്റെ ഹാർട്ട് ചൊല്ലുമ്പോൾ ഹൃദയ ചൊല്ലുമ്പോൾ അർത്ഥമുള്ളൂ മർമ്മമായ ജാഗ അല്ലേ. ഒരു മനുഷ്യർ ഹാർട്ട് ബീറ്റ് പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരില്ല. പിന്നെ തടിയുടെ ഏറ്റവും ഒരു പ്രമുഖമായ ഘടകമാണ് ഹാർട്ട് ചൊല്ലത് മനുഷ്യർ. ആ ഹാർട്ട് ഏട്ടേക്കായെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകുമാവില്ല. അത് ഭീമമായ അറ്റാക്ക് ഉണ്ടായെങ്കിൽ പിന്നെ മനുഷ്യ ചെയ്യിക്കടെ കഷ്ടം. അള്ളാഹു സർവ്വ അറ്റാക്കുകളിൽ നിന്നിട്ടും രോഗങ്ങളെ തൊട്ട് സലാമത്താക്കി തരുമാറാകട്ടെ. അത്രയും ഒരു മനുഷ്യരെ ജീവിത നിലനിൽപ്പ് അത്യാവശ്യമായ വസ്തുവാണ് ഹാർട്ട് ചൊല്ലത്. ഖൽബുൽ ഖുർആൻ, ഖുർആൻ്റെ ഹാർട്ട്, ഖുർആൻ്റെ മർമ്മമായ ജാഗ യാസീൻ, സൂറ യാസീനായിരിക്കട്. ഖുർആൻ്റെ ഹാർട്ട് അത് യാസീനായിരിക്കട്. അപ്പോൾ ഇതിലർത്ഥാക്കോട് എത്ര വലിയ ഖുർആനും യാസീനായിട്ടുള്ള ബന്ധം എത്ര വലിയതായിട്ട് കിടത്താക്കോട്. യാസീൻ ഒന്ന് മനസ്സിലാക്കി ഖുർആൻ്റെ ഏകദേശ ആശയങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ മൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മറാത്ത്. ഒരു മനുഷ്യ യാസീൻ സൂറത്ത് ഓതിയുണ്ടായെങ്കിൽ, സൂറ യാസീൻ ഒരു മനുഷ്യ ഓതിയുണ്ടായെങ്കിൽ
ഓൻ്റെ ഓത്തുകൊണ്ട് അള്ളാഹു ഓണ് കൊടുക്കൂടെ ഫല പരിശുദ്ധമായ ഖുർആൻ 10 വട്ട ഓതിയ കൂലിയായിട്ട്. പരിശുദ്ധ ഖുർആൻ 10 വട്ട ഓതിയെങ്കിലുള്ള ഇടീ ഖുർആൻ ഓതിയ കൂലി 5 നിമിഷം കൊണ്ടോ ഒരു 7 നിമിഷം കൊണ്ടോ ഓതി തീർക്കാവുടെങ്കത്തെ യാസീൻ കൊണ്ട് അള്ളാഹു താല തരൂ. 10 വട്ട ഖുർആൻ ഓതുന്നുണ്ടായെങ്കിൽ നിങ്ങളെ എത്ര നമസ്കാരമുണ്ട്, എത്ര നാൾ വേണം? നിരന്തര 10 വട്ട ഖുർആൻ ഓതിയുണ്ടായെങ്കിൽ എത്ര നാൾ വേണം? നമുക്ക് നിരന്തര ഓതിയിട്ട് കക്കൂസും ഉറക്കും എല്ലാം ഞങ്ങൾ വേണം, ആഹാരം. എന്നിട്ടും ഒരു മനുഷ്യക്ക് കഷ്ടപ്പെട്ട് ഓതിക്ക് ഒരു നാളത്തേക്ക് ഒരു കഥ തീർക്കുവാണ് കാണ്ട് ഇന്നത്തെ ആൾമാർ. പണ്ടത്തെ നല്ല നാളത്തേക്ക് എത്രമാ കഥ തീർത്തം കൊണ്ടാറ്. അപ്പോൾ 10 നാളിൽ മുഴുവനും ഖുർആൻ ഓതിയെങ്കിൽ ഓതിട്ട് കഷ്ടപ്പെടാനായി ആ ഒരു ടൈമുടെ വെറും ഒരു 5 നിമിഷം 7 നിമിഷം കൊണ്ട് അല്ലാഹു തആല തണ്ട് അത്രയും ഫലമുള്ള ഒരു സൂറത്തായിട്ട് സൂറ യാസീൻ. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ഒരു മനുഷ്യ ഒരു ജാവുകു യാസീൻ ഓതിയാണ്ടായെങ്കിൽ, ജാവുക ഒരു മനുഷ്യ യാസീൻ ഓതിയിട്ട് പറഞ്ഞ ഉദാഹരണക്ക് പറഞ്ഞിട്ട് ഒരു കടിക്കേട്ട് പക്ഷേ അസ്ബഹ സുബയാവുമ്പോൾ മഗ്ഫൂർ ലഹു എല്ലാ ദോഷത്തിൽ നിന്നിട്ട് മാഫായ നിലക്കാണ് അവൻ എണിக்கிறേണ്ടത്. ദോഷം മാഫാക്കപ്പെട്ടതായ നിലക്കാണ് സുബയോണ്ടത്. അവിടെ ഇത്ര മഹത്വം. ഇഖ്റഊഹ അലാ മൗതാകും. നിങ്ങളിൽ നിന്ന് മരിച്ച ആൾമാർക്ക് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതോറും. അതുപോലെ മരണാസന്നമായ ആൾമാർക്കും യാസീൻ ഓതോറും. മരിക്ക ഒരാൾ മുട്ടയിത്ത യാസീൻ ഓതോറും, മരിച്ചിട്ടയിത്ത യാസീൻ ഓതോറും. ചില ആൾമാർ മരിച്ച പിന്നെ യാസീനുണ്ട്. മരിക്കുന്ന മുന്നൊരു യാസീൻ എന്ത് ഉസ്താദിൻ്റെ മരിക്കടെ മുന്നൽ ജോറായിട്ട് യാസീൻ ഒതുകുന്നുണ്ട്. മരണ അസന്നമാവിടെങ്കിലത്തെ ടൈമിൽ യാസീൻ സൂറത്തോട് മനുഷ്യ ഓതി കൊടുത്തെങ്കിൽ ആഖിറത്തിൽ വലിയ ഫലകത്തെ വിഷയമായിട്ട്. ഇന്ന ഫിൽ ഖുർആനിലെ സൂറത്തൻ, ഖുർആനിലൊരു സൂറത്തുണ്ട്. തശ്ഫഉ ലിഖുറാഇഹ. ആ സൂറത്ത് ആർ ഓതരാറ അങ്ങക്ക് ശിഫാറസുദാറായിട്ട് ആഖിറത്ത് ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തുക്ക് പോകേണ്ട ശഫായത്തിന് അധികാരം ആ സൂറത്ത് അല്ലാഹു തആല കൊടുക്കും. വയുഗ്ഫറു ലിമുസ്തമിഹ. ഒരു മനുഷ്യര് സൂറത്ത് യാസീൻ ഓതുക തരില്ല, അല്ലെങ്കിൽ തരും എങ്ങനെ ആവട്ടെ. 2 സാഹചര്യത്തിലും ഒരു മനുഷ്യ യാസീൻ ആരെങ്കിലും ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടുള്ള ഓതിക്കൊണ്ടില്ല, പക്ഷെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടുള്ള യാസീനല്ലേ ഓതര് എന്നിട്ടായെങ്കിൽ ആ ശ്രദ്ധിച്ചിട്ട് യാസീൻ കേൾക്കുന്ന ആളില് ദോഷം അല്ലാഹു മാഫാക്കി തരും. അലാ റസൂലുള്ളാഹി തങ്ങളുടെ അലാ, ഹലോ ഹലോ, അറിയണം, പഠിക്കോറ് ശ്രദ്ധിക്കോറും. സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ അത് സൂറത്തു യാസീൻ ആയിട്ട് വഹിയ സൂറത്തു യാസീൻ. ഈ ചെന്ന സൂറത്ത് അത് യാസീൻ സൂറത്തായിട്ട് തുദ്ആ ഫി തൗറാത്ത്. ഈ സൂറത്തുക്ക് തൗറാത്തിലുള്ള പേര് അൽ മുഇമ്മ. മുഇമ്മ ചൊല്ലുന്ന പേരാണ് തൗറാത്ത് യാസീൻ അല്ലാഹു തആല കൊടുത്ത പേര്. ഖീല യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് കേട്ടാറ് നബിയെ നമുക്ക് മുഇമ്മയുടെ അർത്ഥം ಗೊತ್ತಾയില്ലല്ലേ, മുഇമ്മ ചൊല്ലുന്നതിൽ അർത്ഥം ಗೊತ್ತಾയില്ലല്ലേ. മുഇമ്മയുടെ നേരർത്ഥം എന്തിരെ? വ്യാപകമാക്കടെ, വിശാലമാക്കടെ, വ്യാപകമാക്കടെ ചൊല്ലർത്ഥായിട്ടിരിക്കണേ. പക്ഷെ ഊടിപ്പം മുഇമ്മത്ത് അർത്ഥം എന്തിരെ കേട്ടിട്ടാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചെന്നത് തഉമ്മു സാഹിബഹ. യാസീൻ ഓതിയ ആൾ, യാസീൻ പഠിച്ച ആൾ, യാസീൻ്റെ ആശയങ്ങൾ പഠിച്ച ആൾ, യാസീൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾ, യാസീൻ്റെ ആൾമാരുള്ളാറാ അങ്ങക്ക് യാസീൻ വ്യാപകമാക്കൂ, അങ്ങക്ക് നിറച്ചു കൊടുക്കൂ. ബിഖൈരി ദുനിയാ, ദുനിയാവുടെ എല്ലാ ഖൈറും ഓണക്ക് അല്ലാഹു തആല കൊടുക്കൂ. ദുനിയാവുടെ ഖൈറുകൾ വേണ യാസീനോത്തറു എല്ലാ ഖൈറും കിട്ടും. എന്ത് ബേജാറായെങ്കും, എന്ത് ടെൻഷനായെങ്കും, എന്ത് നിലക്കുള്ള വിഷമങ്ങൾ വന്നെങ്കും യാസീനോത്തറു. മനസ്സിലാക്കും. അതുകൊണ്ടല്ലേ ആരെങ്കിലും ഗൾഫ് പോകുമ്പോൾ ഔത്ത് വിളിച്ചിട്ട് ഉസ്താദുമാർ മൗലിദ് ഓതിട്ട് യാസീൻ ഓതിട്ടാണ് കിടത്തര്. വേത്തനമ്പല പറമ്പും യാസീൻ ഓതര്, മർച്ചങ്ങളെ വിഷയത്തും യാസീൻ ഓതര്.
അതേപോലെ ഔത്തിലൊരു മങ്ങിലാവുമ്പോൾ ആ മങ്ങിലത്തിന് മുൻകൂടിയായി വിജയത്തിന് വേണ്ടിയിട്ട് യാസീൻ. ഇങ്ങനെ യാസീന് ചൊല്ലത് ദുനിയാവുടെ എല്ലാ ഖൈറും നിറച്ചു തറുണ്ടായിട്ടിക്കട്. യാസീൻ ഓതിട്ട് പോയ യാത്രകളും യാസീൻ ഓതിട്ടായ മങ്ങിലകളും യാസീൻ ഓതിട്ട് തുടങ്ങിയ അവകളും അങ്ങാടികളും വലിയ ബറക്കത്ത് കൊണ്ട് നിറയുണ്ടാണ്. തദുഫ് അനു ഹാവിയിലുള്ള ആഖിറ. യാസീൻ ഓതിയെങ്കിൽ ദുനിയാവുടെ ഖൈറ് മാത്രം കിട്ടല്ല, ആഖിറത്തെ പേടിജനകമായ ആഖിറത്തെ കഠോരമായ വിഷമങ്ങളിൽ നിന്ന്, പേടികളിൽ നിന്നിട്ട്, ബലാഹുകളിൽ നിന്നിട്ട്, ആഖിറത്തെ എല്ലാ ശിക്ഷകളിൽ നിന്നിട്ട് രക്ഷിക്കുക. ഈ യാസീൻ വലിയൊരു പവർഫുള്ളായ സൂറത്താണ്. ഹബീബുനാ റസൂലുള്ളാഹി. ഇനിയും ചില മഹത്വങ്ങളുണ്ട്, നിങ്ങൾ പഠിക്കണം. അല്ലാഹു ഹക്ക് പോലെ പഠിച്ചിട്ട് ഓതിട്ട് അതിനർത്ഥമെല്ലാം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ചിട്ട് ഞങ്ങൾ ദുനിയാവാഖിറ അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ബേജാറുകളും ടെൻഷനുകളും മുസീബത്തുകളും സിഹറുകളും കടങ്ങളും കണ്ണേറുകളും കള്ളത്തരങ്ങളും രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ഏത് നല്ല വിഷയത്തിൽ നിങ്ങൾ പ്രവേശിച്ചെങ്കും അല്ലാഹു അത് പൂർണ്ണമായി വിജയത്തിലാക്കി തരുമാറാകട്ടെ. ദുനിയാവ് ആഖിറത്തെ സർവ്വ കാര്യങ്ങളും അല്ലാഹു നമുക്ക് അനുകൂലമായ തിലക്ക് തരുമാറാകട്ടെ. ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട്, ഞങ്ങൾക്ക് ടെൻഷനായിട്ട് ഒരു വിഷയം അല്ലാഹു തആല ആക്കാതിരിക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാവരും മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.